ഹല്ലേലൂയ. വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കണം. എന്താ പുസ്തകത്തിൻ്റെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടപ്പുണ്ടോ? ഞാനിതൊന്നും വായിച്ചു നോക്കാതെ പ്രസംഗിക്കത്തില്ല. ഓർമ്മ ബൈബിളിൽ ഇവിടം കൊണ്ട് തീർന്നു. പിന്നെ ചരിത്ര പുസ്തകത്തിൻ്റെ അകത്തുമില്ല. പിന്നെ യഹൂദന്മാരുടെ ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഗോലിയാത്തിൻ്റെ വല്യമ്മയാ. പോകേണ്ടവരൊക്കെ പോകടാ. ഹല്ലേലൂയ. ഗോലിയാത്ത് എങ്ങനെ തീർന്നത്? ഇങ്ങനൊരു കവണയ്ക്കകത്ത് അഭിഷേകമുള്ളവൻ എറിഞ്ഞു. അവൻ്റെ ജന്മം ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് എന്തായി? സ്വത്രം ദാവീദിൻ്റെ കല്ലിൻ്റെ മുനയ്ക്കകത്ത് അവൻ്റെ ജീവിതം തീർന്നു. ഇത്രയേ ഉള്ളൂ. എന്നാൽ രൂത്തിനെ കുറിച്ച് പറയുന്നത്, രൂത്ത് വെറുതെ ഒന്നും പോയില്ല. രൂത്തിനൊരു തീരുമാനം ഉണ്ടായിരുന്നു. രൂത്ത് നവോമിയെ ഒന്നും നോക്കിയല്ല നവോമിയോട് പറ്റി നിന്നത്. ഹല്ലേലൂയ. ആ പുസ്തകത്തിൻ്റെ 2:12 വായിക്കുന്നത്, കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന രൂത്തെ, നിന്റെ പ്രത്യാശയ്ക്ക് ദൈവം പ്രതിഫലം വെച്ചിട്ടുണ്ട്. അവൾ ആരെ കണ്ടിട്ടാ വന്നേ? ദൈവത്തെ കണ്ടിട്ടാ വന്നേ. ദൈവത്തെ കണ്ടിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെടത്തില്ല. നീ വയോധികയായ നവോമിയെ കണ്ടിട്ടല്ല വന്നത്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ട് നീ ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. അവൾ ആരെ കണ്ടിട്ടാ വന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക്. ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യഹോവയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നിനക്ക് തരും. ഈ ബൈബിളും കൊണ്ട് സ്നാനം ശരിയാണെന്നും ദൈവത്തെ ആരാധിക്കാൻ സ്വത്രം നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രതിഫലം തരുന്ന ദൈവമുണ്ട്. ഞാൻ പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ ആരെ കണ്ടിട്ട് ഇറങ്ങിയ? ബെൻസുവാസ്റ്ററെ കണ്ടിട്ടാണോ? ഹല്ലേലൂയ. ആമീൻ. വേറെ ഏതെങ്കിലും ദൈവാസന്മാരെ കണ്ടാണോ? നീ ദൈവത്തെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് പൂർണ്ണ പ്രതിഫലം കർത്താവ് തരും. അവള് 1-ാം അധ്യായത്തിനകത്ത് പറഞ്ഞതൊക്കെ ശരിയാ. സ്വത്രം രൂത്ത് വന്നിട്ട് നവോമിയോടൊക്കെ പറഞ്ഞു, നീ പോരുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഒരു തീരുമാനമായിരുന്നേ. ഹല്ലേലൂയ. നിന്റെ ദേശത്തോട്ട് ഞാൻ വരിക. ഇനി ഞാൻ കീമോസ് ദൈവങ്ങളെ ആരാധിക്കാനില്ല, സത്യ ദൈവത്തെ സേവിക്കാനും ആരാധിക്കാനായിട്ടും ഞാൻ നിന്റെ കൂടെ വരിക. എൻ്റെ ചാർച്ചക്കാരെ വിട്ടു, എൻ്റെ പിതൃഭവനത്തെ വിട്ടു, എൻ്റെ കൂട്ടുബന്ധത്തിലുള്ള എല്ലാവരെയും വിട്ട് ഈ ദൈവത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ച രൂപേ, നിന്നെ മാനിക്കാൻ എൻ്റെ ദൈവം. എനിക്ക് ഓർമ്മയൊന്നുമല്ല വിഷയം. നീ ആരെ കണ്ടിട്ടാ ഇറങ്ങിയത്? നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ മാനിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. നീ പോകുന്നിടത്ത് ഞാനും പോരും. എൻ്റെ കൂടെ പറഞ്ഞാട്ട്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഇതിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ, ഒറ്റ ആരാധനയേ ഉള്ളൂ, ഒറ്റ വചനമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. നീ ആരാധിക്കുന്നിടത്ത് ഞാനും ആരാധിക്കും.